ശബരി കെ റൈസ് അരി വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. സംസ്ഥാനത്ത് ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്ന കെ റൈസിന്റെ ഉദ്ഘാടനം ഇന്നലെ മുഖ്യമന്ത്രിയാണ് നിർവഹിച്ചത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനുരാഗ് ചേരുന്നുണ്ട്. അനുരാഗ്, സംസ്ഥാന സർക്കാർ 40 രൂപയ്ക്ക് വാങ്ങിയ അരി 10-11 രൂപ വില കുറച്ചാണ് ഇപ്പോൾ കെ റൈസ് എന്ന പേരിൽ ജനങ്ങൾക്ക് നൽകുന്നത്. കേന്ദ്ര സർക്കാർ 29 രൂപയുടെ ഭാരത് അരി എന്ന് പറയുന്ന റേഷൻ കടകൾ വഴി FCI വഴി എടുത്ത അരി സബ്സിഡി ഇല്ലാതെ ജനങ്ങൾക്ക് നൽകുന്ന ഒരു സാഹചര്യം. ജനങ്ങളെ പറ്റിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ സംസ്ഥാനം വലിയ തരത്തിലുള്ള ആശ്വാസമാവുകയാണ് കെ റൈസുമായി എത്തുമ്പോൾ. എന്താണ് തിരുവനന്തപുരത്ത് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? കെ റൈസിൻ്റെ വിതരണം ആരംഭിച്ചോ? നിലവിൽ ഉള്ള സ്റ്റോക്ക് സംസ്ഥാന ജനങ്ങൾക്ക് നൽകുന്നതിന് ആവശ്യമായ സ്റ്റോക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? സിജു, കുറഞ്ഞ നിരക്കിൽ ഗുണനിലവാരമുള്ള അരി കെ റൈസ് വിതരണം ആരംഭിച്ചിരിക്കുന്നു. സപ്ലൈകോ വഴിയാണ് ഈ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും ഇത് എത്തിയിട്ടുണ്ട്. വാങ്ങാൻ ഒരുപാട് പേർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഔട്ട്ലെറ്റുകളിൽ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജയ അരിക്ക് 29 രൂപയും കുറുവ മട്ട അരിക്ക് 30 രൂപയുമാണ് വില. അവശ്യ മേഖലകളെ 3ആയി തിരിച്ചാണ് ഈ അരി വിതരണം നടക്കുന്നത്. കാർഡ് ഒന്നിന് 5 കിലോഗ്രാം അരിയാണ് ലഭിക്കുക. കഴിഞ്ഞ ദിവസം നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയാണ് ഈ വിൽപ്പനോദ്ഘാടനം നിർവഹിച്ചത്. കേരളത്തിന് ലഭിക്കേണ്ട അരിവിഹിതം വെട്ടിക്കുറച്ച് കേന്ദ്രം ഭാരത് റൈസ് കൊണ്ടുവന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. 29 രൂപയ്ക്കാണ് ഈ അരി വിൽപ്പന നടത്തുന്നത്. പക്ഷേ കെ റൈസ് കിലോയ്ക്ക് 40 രൂപ 11 പൈസയ്ക്ക് വാങ്ങുന്ന അരി 11 രൂപ 11 പൈസ കുറച്ചാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. അതെന്തായാലും ഗുണനിലവാരമുള്ള അരി അത് കുറഞ്ഞ നിരക്കിൽ എല്ലാവർക്കും എത്തിക്കുക, സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം. എന്തായാലും ഇവിടെ എങ്ങനെയാണ് സാഹചര്യം, ആളുകൾ ഏത് തരത്തിലാണ് കെ റൈസിനെ ഏറ്റെടുത്തത് എന്ന് ഇവിടെ തന്നെ ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ഈ ഭാരതത്തിൽ ഈ കെ റൈസിൻ്റെ വിൽപ്പനയൊക്കെ? നല്ല വിൽപ്പനയാണ്. ഇപ്പോൾ രാവിലെ തന്നെ ഒരു 50-ൽ കൂടുതൽ ആൾക്കാർ മേടിച്ചിട്ടുണ്ട്. ആൾക്കാരുടെ അഭിപ്രായമൊക്കെ എങ്ങനെയാണ്? നല്ല അഭിപ്രായമാണ്. സ്റ്റോക്കൊക്കെ എങ്ങനെയാണ്? സ്റ്റോക്കുണ്ട്. ഇന്നലെ വന്നു. ഇന്നോട്ട് രാവിലെ തന്നെ ആൾക്കാർ നല്ല തിരക്കിലായിരുന്നു. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. രാവിലെ ഈ വിൽപ്പന തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് പേർ, ഇപ്പോൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ 50ഓളം പേരാണ് കെ റൈസ് വാങ്ങിപ്പോയത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ സപ്ലൈകോ ജീവനക്കാർ തന്നെ പറയുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി 40 രൂപ 11 പൈസയ്ക്കാണ് ഈ അരി സംസ്ഥാനം വാങ്ങുന്നത്. അതിൽ പൊതുജനങ്ങൾക്ക് മനസ്സിലാകേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. കാരണം ഈ ഭാരത് അരി എന്ന് പറഞ്ഞ രീതിയിൽ കേന്ദ്ര സർക്കാർ എത്തിക്കുന്നത് റേഷൻ കടകൾ വഴി 10 രൂപയ്ക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന അരി ഏറ്റെടുത്തതിന് ശേഷം അത് 29 രൂപയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇവിടെ പൊതുവിപണിയിൽ 44 രൂപ വിലയുള്ള ജയ അരിയും അതോടൊപ്പം തന്നെ മട്ട അരിയും ഉൾപ്പെടെ 11 രൂപ സബ്സിഡി നിരക്കിൽ 29 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതാണ് വ്യത്യാസം. അതായത് പൊതുവിപണിയിൽ 44 രൂപയ്ക്ക് കിട്ടുന്നതാണ് സംസ്ഥാന സർക്കാർ 30 രൂപയ്ക്ക് 29 രൂപയ്ക്ക് കൊടുക്കുന്നത്. തീർച്ചയായും ഈ ഭാരത് റൈസ് കൊണ്ടുവന്ന ഒരു സാഹചര്യം അത് നമുക്കറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സംസ്ഥാനത്തിന് കിലോയ്ക്ക് 29 രൂപ നിരക്കിൽ നൽകാൻ കേന്ദ്രം അനുവദിച്ചത്. 10,000 ടൺ അരിയാണ് ഭാരത് അരിയാണ് അനുവദിച്ചത്. റേഷൻ കടയിൽ സംസ്ഥാന സർക്കാർ 10 രൂപ 90 പൈസയ്ക്ക് നൽകുന്ന അരിയാണ് ഈ 2 ഇരട്ടി വിലയ്ക്ക് കേന്ദ്രം വിൽക്കാൻ ശ്രമിച്ചത്. തൃശ്ശൂർ അങ്കമാലി FCI ഗോഡൌണിൽ നിന്നായി 5,000 ടൺ വീതം നൽകാനാണ് നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ 2020-21 കാലത്ത് സംഭരിച്ച പച്ചരിയാണ് ഇത് ഭാരത് റൈസായി നൽകി വരുന്നത്. ഒരാൾക്ക് പരമാവധി 10 കിലോ നൽകുമെന്നാണ് വാഗ്ദാനമൊക്കെ നൽകിയത്. നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ, നാഫെഡ്, കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റ് എന്നിവരെയാണ് ഈ വിതരണത്തിന് ചുമതലപ്പെടുത്തിയത്. ഇവരുടെ സംസ്ഥാനത്തെ സാന്നിധ്യം തന്നെ നാമമാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടെ ഈ ഇടനിലക്കാർ വഴിയായിരിക്കും ഈ അരി വിതരണം ചെയ്യുക എന്നുള്ളത് വ്യക്തമായിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് അത് 40 രൂപ 11 പൈസയ്ക്ക് വാങ്ങുന്ന അരി 11 രൂപ 11 പൈസ കുറച്ച് കൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത്. അത് വിപണി ഇടപെടലിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പുതിയ ഇടപെടൽ അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത കൊണ്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സംസ്ഥാനം നടത്തുന്ന വിപണി ഇടപെടൽ തടയാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയ ലാഭവും സാമ്പത്തിക ലാഭവും തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന കാര്യം കഴിഞ്ഞ ദിവസം അനുരാഗാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ കെ റൈസ് ജനങ്ങൾക്ക് വിതരണം ചെയ്തു തുടങ്ങി. 40 രൂപ വിലക്കെടുക്കുന്ന അരി 11 രൂപ കുറച്ച് 29 രൂപയ്ക്കാണ് ജയ അരി ഈ ഔട്ട്ലെറ്റുകൾ വഴി വിതരണം ചെയ്യുകയും ചെയ്യുന്നു. വിവരങ്ങളാണ് അനുരാഗ് നൽകിയത്.